ഹായ് മക്കൾസ്. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിയെ പറ്റിയിട്ട് നമുക്ക് പരിചയപ്പെടാൻ ആഗ്രഹം ഉണ്ടാവും. ഓരോ യൂണിവേഴ്സിറ്റിയിലും ഇപ്പം നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും ഇന്ന യൂണിവേഴ്സിറ്റിയിൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ്. ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴൊക്കെ ഒരു പരിധി ഉണ്ട് കിട്ടാൻ. ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് കാര്യങ്ങൾ പറഞ്ഞില്ല മക്കളെ. ഡീറ്റെയിൽഡ് കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ ഫുള്ളായിട്ട് ഈ വീഡിയോയിലൂടെ കിട്ടുന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്നാൽ പോലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല നോളജ് ഇതിലൂടെ കിട്ടും. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ സിനിമയിലൊക്കെ എനിക്ക് തോന്നുന്നത് ഏതോ ഈ അടുത്തൊരു സിനിമ ഉണ്ടല്ലേ പ്രേമലു സിനിമയിൽ അവർ പറയുന്നുണ്ട് എവിടെയാണ് അടിച്ചു പൊളിക്കാൻ പറ്റിയ സംഭവം, ഹൈദരാബാദ് എന്ന് പറഞ്ഞിട്ട് പോകുന്ന സംഭവമുണ്ട്. അതേ സിറ്റി പോലെ തന്നെയാണ്, അല്ലെങ്കിൽ അതേ സ്ഥലം പോലെ തന്നെയാണ് നമ്മുടെ ഈ യൂണിവേഴ്സിറ്റി. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയെ പറ്റിയിട്ടാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ആ 1974 വരുന്നത്. ഇതിൻ്റെ സിറ്റുവേഷൻ അല്ലെങ്കിൽ സിറ്റുവേറ്റ് ചെയ്യുന്നത് എന്താണ്, ഈ ഹൈദരാബാദിൽ തന്നെയാണ്. പിന്നെ ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഏകദേശം 2300 ഏക്കർ ഭൂമി തന്നെ ഉണ്ട്. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കാണ്, ഒരു ഏക്കർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റ്. ഒരു ഏക്കർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റ്. അങ്ങനത്തെ 2300 ഏക്കറിലാണ് ഈ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ പഠിക്കാൻ പോകുന്നത് 2300 ഏക്കർ. അതായത് ഒരു ക്യാമ്പസിൽ നിന്ന് മറ്റൊരു ക്യാമ്പസിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞില്ല, വണ്ടി വിളിക്കാതെ പോകാൻ പറ്റില്ല. നമ്മളുണ്ടല്ലോ ഒരു ക്ലാസ് റൂമിൽ നിന്ന് അല്ലെങ്കിൽ അടുത്ത ബിൽഡിങ്ങിലേക്ക്, സയൻസ് ബിൽഡിങ്ങിലേക്ക് പോട്ടെ അല്ലെങ്കിൽ കൊമേഴ്സ് ബിൽഡിങ്ങിലേക്ക് പോട്ടെ എന്ന് പറയുമ്പോൾ നമ്മളെന്തായിരിക്കും അങ്ങോട്ട് കിടക്കും. എന്നാൽ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി പോകുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്യാമ്പസിലേക്ക് ഇങ്ങനെ മാറി കളിക്കാൻ കഴിയില്ല. 2300 ഏക്കറാണെന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഏകദേശം ഇന്ത്യൻ യൂണിവേഴ്സിറ്റി NIRF പ്രകാരം 18ാം റാങ്കിങ്ങിൽ നിൽക്കുന്ന, യൂണിവേഴ്സിറ്റിയിലെ 18ാം റാങ്കിൽ നിൽക്കുന്നതാണ്. ഇനി 801ൻ്റെയും 850ൻ്റെയും ഇടയിലാണ് വേൾഡ് യൂണിവേഴ്സിറ്റിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഹൈദരാബാദിൻ്റെ, വേൾഡിലാട്ട മക്കളെ ഹൈദരാബാദിൻ്റെ റാങ്കിങ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ NIRF അണ്ടർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാറ്റഗറിയിൽ 101 to 125 അല്ലേ, ആ റേഞ്ചിൽ, അതായത് 101ാമത്തിൻ്റെ 125ാം റാങ്കിൻ്റെ ഇടയിലാണ് നിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ റാങ്ക്ഡ് 28ാം റാങ്കാണ് ഇന്ത്യ റാങ്കിങ് 2024 ടോപ്പ് 50 റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഓരോ കാറ്റഗറൈസ് ചെയ്തിട്ട് റാങ്കിങ് ആയിരിക്കുന്നുണ്ട്. അപ്പോൾ ബെസ്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ ആണെന്നും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, റിസീവ്ഡ് ദ വിസിറ്റേഴ്സ് അവാർഡ് ഫോർ ദി ബെസ്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ജനുവരി 2015 2015 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിറങ്ങുന്ന ക്യാമ്പസ് എത്ര റാങ്കിങ്ങിലാണ്, എന്താണ് അതിൻ്റെ സ്ഥിതിഗതികൾ എന്നൊക്കെ പറയും. ഇനി ഏതൊക്കെയാണ് അവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, മെഡിക്കൽ സയൻസ്, ലൈഫ് സയൻസ്, ബയോളജി, കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസ്, സോഷ്യൽ സയൻസ്, ഹ്യൂമാനിറ്റീസ്, എഞ്ചിനീയറിംഗ്. അതായത് സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ്, ആ ഹ്യൂമാനിറ്റീസിൽ എന്തൊക്കെയുണ്ടാവും, ഹ്യൂമാനിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള പല കോഴ്സുകളുണ്ടാവും. എഞ്ചിനീയറിംഗ്, സയൻസ് ആൻഡ് ടെക്നോളജി, മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, എക്കണോമിക്സ്. മനസ്സിലായോ? ഇത്രയും സംഭവങ്ങൾ നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏത്, യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്. ഇനിയുള്ള കോഴ്സുകൾ 5 year ഇൻ്റഗ്രേറ്റഡ് MSc ഉണ്ട്. അതിൽ സൈക്കോളജി, അപ്ലൈഡ് ജിയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്കൽ സയൻസ്, ബയോളജി, ലാംഗ്വേജ് സയൻസ്. ഇനി 5 year ഇൻ്റഗ്രേറ്റഡ് MA, അത് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്, ഫിലോസഫി, എക്കണോമിക്സ്, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ആന്ത്രപ്പോളജി. ഇനി 4 year BS ഉണ്ട്. അതും എന്ത് ചെയ്യുന്നുണ്ട്, കെമിസ്ട്രിയിലെ കാര്യങ്ങളാണ്. അത് മനസ്സിലാക്കിയിട്ട് ഇനി കോളേജ് ഫെസിലിറ്റീസ് നോക്കുകയാണെങ്കിൽ, കോളേജിൽ സാറേ ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കുമോ? നല്ല ഫെസിലിറ്റീസ് ഉണ്ടാ. എന്തൊക്കെ? ലൈബ്രറി, ഹോസ്റ്റൽ, സ്പോർട്സ് കോംപ്ലക്സ്, ലാബ്, കഫ്തീരിയ, ജിമ്മ്, വൈഫൈ ക്യാമ്പസ്, കമ്പ്യൂട്ടർ സെൻറ്റർ. ഒരു ക്യാമ്പസിൻ്റെ ഉള്ളിലുള്ള സംഭവമാണ്. ജിമ്മൊക്കെ ഉണ്ടെന്ന് നമ്മളിവിടെയൊക്കെ പേരിന് ജിം ഉണ്ടാവും, പേരിന് രണ്ട് വാമപ്പ് ചെയ്യുന്ന, നമ്മൾ പുഷപ്പ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടോ. ഇവിടെ കംപ്ലീറ്റ്ലി ജിമ്മായിരിക്കും. നിങ്ങൾക്ക് സെറ്റായിരിക്കും, എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ സംഭവമാണ്. 23 ഹോസ്റ്റലുകളുണ്ട്. ഏകദേശം 5000+ മെയിൽ ആൻഡ് ഫീമെയിൽ സ്റ്റുഡൻസ് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ലൈബ്രറി ഉണ്ട്. 23 ഹോസ്റ്റലുകൾ. പിന്നെ അതുപോലെ തന്നെ 2 ഷോപ്പിംഗ് കോംപ്ലക്സുകൾ. 2 ഷോപ്പിംഗ് കോംപ്ലക്സാണ്. നിങ്ങൾക്ക് ഈ സാധനം വാങ്ങണമെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിൻ്റെ അവിടെ ഉള്ളത്. യൂണിവേഴ്സിറ്റിയിൽ 2 ഷോപ്പിംഗ് കോംപ്ലക്സിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കാം മക്കളെ. പിന്നെ അതുപോലെ തന്നെ വരുന്നത് 7 ക്യാൻറ്റീനാണ് ഒരു ക്യാമ്പസിൽ. ചിലപ്പോൾ ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ ക്യാമ്പസിലൊക്കെ ചിലതിൽ ക്യാൻറ്റീൻ തന്നെ ഇല്ല, ഇനി ഉണ്ടെങ്കിൽ തന്നെ തട്ടിക്കുട്ടി ക്യാൻറ്റീനിലായിരിക്കും. ഇവിടെ 7 ക്യാൻറ്റീനുകൾ, 4 മൾട്ടിപർപ്പസ് ഓഡിറ്റോറിയം, DST ഓഡിറ്റോറിയം, 700 കപ്പാസിറ്റിയുള്ള ലാർജസ്റ്റാണ്. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെ നിങ്ങൾക്ക് ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ അടിപൊളി തന്നെയല്ലേ. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാറ് പരിപാടികളൊന്നും ഉണ്ടല്ലോ, വെറും പഠനം മാത്രമാണ്. എടാ ഇവിടുത്തെ പരിപാടികളൊന്നുമല്ല. പരിപാടി എന്ന് പറഞ്ഞാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി തന്നെ പഠിക്കണം. എസ്പെഷ്യലി ഹൈദരാബാദിൻ്റെ കേസിൽ നോക്കിയൊക്കെ ആനുവൽ കൾച്ചർ ഫെസ്റ്റിവൽ ഉണ്ട്. 3 day നീണ്ടു നിൽക്കുന്ന ഇവൻറ്റ് വിത്ത് കൾച്ചറൽ ലിറ്ററസി ആക്ടിവിറ്റീസുകളുണ്ട്, ലിറ്റററി ആക്ടിവിറ്റീസ്, ഇങ്ങനത്തെ കൾച്ചർ പ്രോഗ്രാം ഉണ്ട്. മക്കളെ ഇത്രയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും എന്നുള്ള ഷുവറാണ്. നിങ്ങൾക്ക് അവിടുന്ന് ഹൈദരാബാദ് വിട്ട് വരാൻ കഴിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിൻ്റെ
കാഴ്ചകളും അമ്പരപ്പിക്കുന്ന പല കണ്ടെത്തലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം തോന്നുന്നില്ല എവിടെയൊക്കെ പഠിച്ചാലെന്നുള്ളത്. പഠിക്കാൻ എന്താ ചെയ്യേണ്ടത്? CUT സെറ്റാക്കുക എന്നുള്ളത് തന്നെയാണ്. അത് നമ്മൾ കൂടെ തന്നെ ഉണ്ട്, എജുപോർട്ട് നിങ്ങളെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഹാപ്പി അല്ലേ? അപ്പോൾ ഇനി ഹൈദരാബാദ് വെച്ച് കാണാം. ബൈ ബൈ.